ദീപം FIS ചാനലിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ അടുത്തയിടെ തമിഴ് സിനിമയിലെ ഒരു ഹാസ്യതാരത്തിൻ്റെ മകൾ വിവാഹിതയായി. ഹാസ്യതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 35 വർഷമായിട്ട് ഒരു നടനാണ്. ഉയരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അദ്ഭുത ദ്വീപ് സിനിമയിൽ അഭിനയിച്ച അജയൻ്റെ ശരീരപ്രകൃതമാണ്. ജന്മനെ അംഗവൈകല്യമുള്ള, ഒരു കണ്ണിന് കാഴ്ച കുറവുള്ള, തീർത്തും ഉയരം കുറഞ്ഞ, ഒരു 2 അടി മാത്രം ഉയരമുള്ള ഒരു ഹാസ്യ നടൻ. അദ്ദേഹം ഷാറുഖ് ഖാൻ്റെ കൂടെ ഈ ചെന്നൈ എക്സ്പ്രസ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിരഞ്ജീവിയുമൊത്ത് 2 തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കന്നഡയിൽ ശിവരാജ് കുമാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലെ മിക്ക താരങ്ങളുടെ കൂടെയും അയാൾ അഭിനയിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ്. സിനിമ അഭിനയം ഇല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം ഉത്സവ വേദികളിൽ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം തന്നെ അദ്ദേഹത്തിന് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ഉയരക്കുറവുള്ള കാരണം അക്കാലത്ത് പെണ്ണ് കിട്ടാറില്ലായിരുന്നു. ഏതാണ്ട് ഒരു 25 വർഷം മുമ്പ് പല വീടുകളിലും ചെന്ന് പെണ്ണ് കണ്ടിട്ട് അദ്ദേഹത്തിന് കെട്ടാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയ കഥകളാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ തയ്യാറായി. അദ്ദേഹം പെണ്ണിനെ നേരിട്ട് വീട്ടിൽ വന്ന് കണ്ടിട്ട് ചോദിച്ചു, ഉറിയടിക്കാൻ പോവുകയാണ്, ഹാള് ബുക്ക് ചെയ്യാൻ പോവുകയാണ്, കല്യാണത്തിന് പൂർണ്ണ ആണല്ലോ അല്ലേ, അതോ പിന്നീട് അവസാന നിമിഷത്ത് മാറിക്കളയരുത്, വീട്ടുകാർ പറഞ്ഞു അല്ലെ ബന്ധുമിത്രാദികൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒഴിവാകരുത്, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ നാണം കെടുത്തരുത് എന്നൊക്കെ അദ്ദേഹം ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ചെന്ന് ഒരു സമ്മതവും കൂടെ മേടിച്ച് ഉറപ്പിച്ച ശേഷമാണ് മണ്ഡപം ബുക്ക് ചെയ്യുന്നതും കുറിയടിക്കുന്നതും. അങ്ങനെ അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു പയ്യനുമാണ്. അദ്ദേഹത്തെ കെട്ടിയ സ്ത്രീ ആകട്ടെ 5 അടി 3 ഇഞ്ചോ 2 ഇഞ്ചാണ്ട് ഉയരമുള്ള സ്ത്രീയാണ്. ഇദ്ദേഹം കഷ്ടിച്ച് 2 അടി 2 ഇഞ്ചാണ്ട് ഉയരമുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് വലിയ തെറ്റില്ലാതെ കുടുംബജീവിതം നയിക്കാൻ സാധിച്ചു. 3 കുട്ടികളെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വളർത്തി. അതിൽ മൂത്ത കുട്ടിയുടെ വിവാഹമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്നെപ്പോലെ ശരീരവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു ജീവിതം ഉണ്ടാകുക, ആ ജീവിതത്തിൽ പ്രത്യേകിച്ച് വൈകല്യമൊന്നുമില്ലാത്ത 3 കുട്ടികൾ ജനിക്കുക, അതിൽ ആദ്യത്തെ കുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതത്തിൽ ഒരു നിർണായക ഒരു ഭാഗമാണ്. അതിലും ഇത്തരം അംഗവൈകല്യം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലും പ്രാധാന്യമുള്ള ഒരു മംഗളകർമ്മം തന്നെയാണ്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം കുറിയടിച്ചു. തമിഴ് സിനിമയിലെ മിക്ക നടന്മാർക്കും വീടുകളിൽ കൊണ്ടു കൊടുത്തു. എല്ലാവരും രജനീകാന്തൻ മുതൽ ഏറ്റവും പുതിയ താരങ്ങൾ വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള താരങ്ങൾക്കെല്ലാം വീടാന്തരം നേരിട്ട് കുറി കൊടുത്ത് ക്ഷണിക്കുകയായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഈ മനുഷ്യൻ്റെ മകളുടെ വിവാഹം, ഇദ്ദേഹത്തിന് വിവാഹപ്രായമുള്ളൊരു മകളുണ്ട്, അത് കുട്ടിയുടെ വിവാഹം തീർച്ചയായിട്ടും ഞങ്ങൾ വരിക തന്നെ ചെയ്യും, പങ്കെടുക്കുക തന്നെ ചെയ്യും എന്നെല്ലാവരും സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. നിർബന്ധമായും ഞങ്ങൾ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിരിക്കെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു വിവാഹത്തിനാകട്ടെ സിനിമാ താരങ്ങളായിട്ട് ആരും തന്നെ വന്നിരുന്നു. 1-2 ഈ ചെറിയ ആക്ടേഴ്സ്, അയാളെപ്പോലെ തന്നെ അയാളുടെ കാറ്റഗറിയിൽ വരുന്ന ചെറിയ താരങ്ങൾ 1-2 പേര് അവിടെ വിവാഹത്തിന് പങ്കെടുത്തു. അന്ന് വൈകിട്ട് തന്നെ റിസപ്ഷൻ ഒരു വലിയൊരു ഹാളിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരുന്നു. VVIPsകളൊക്കെ വരുന്നതുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വരെ അദ്ദേഹം ക്ഷണപത്രിക കൊടുത്തിരുന്നു. റിസപ്ഷന് മിക്ക താരങ്ങളും വന്നില്ല. അതായത് 100% ആത്മാർത്ഥതയോട് തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും, ഒരു മാറ്റമില്ല എന്ന് വാക്ക് തന്നിരുന്ന മിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയില്ല എന്നുള്ളതാണ്. 1-2 കലാകാരന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇദ്ദേഹം പ്രതീക്ഷിച്ച താരങ്ങൾ ആരും തന്നെ എത്തിയിരുന്നില്ല. ഇതിനകത്ത് അദ്ദേഹത്തിന് വിഷമം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതിൽ അദ്ദേഹത്തിന് വിഷമമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം സിനിമാ ഇൻഡസ്ട്രിയിലെ ജോലി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. സ്വന്തം ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി അവരുടെ ഉപജീവന മാർഗം മുടക്കി വരാൻ സാധിക്കില്ലെന്നും, പക്ഷെ ഒരു വീഡിയോ എങ്കിലും എവിടെ ഉണ്ടെങ്കിലും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവർക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നു.
താങ്കളുടെ മകളുടെ വിവാഹം, ഇന്ന കുട്ടിയുടെ വിവാഹത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അവർക്ക് ആശംസകൾ നേർന്നു കൊള്ളുന്നു, അടുത്ത ദിവസം തന്നെ ഞാൻ നാട്ടിലെത്തുമ്പോൾ നിങ്ങളെ വന്ന് നേരിട്ട് സന്ദർശിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇടാൻ ഈ പറഞ്ഞ മുൻനിരയിൽ നിന്ന താരങ്ങൾക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എന്നാൽ ഇതിലൊക്കെ അപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു സന്തോഷം തരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്ഷാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എന്നെ നേരിട്ടെത്തി. ഒരിക്കലും അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, കാരണം അറിയാമല്ലോ, സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ തിരക്കുള്ളൊരു വ്യക്തിയല്ലേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നേരിട്ടെത്തുകയുണ്ടായി. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ മെയിൻ താരം എടപ്പാടി പഴനിസ്വാമി എത്തിയില്ലെന്നാണ് അറിഞ്ഞത്. പക്ഷേ അതിൻ്റെ അടുത്ത് ഇൻചാർജുള്ള നേതാവ് വന്നിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ, കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ടെത്തുക എന്ന് പറയുന്നത് തന്നെപ്പോലെ തീർത്തും ചെറിയൊരു നടന്, സിനിമയിൽ കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് മാത്രം കോമഡി സീനിൽ വന്നു പോകുന്ന ഒരു നടന് മകളുടെ വിവാഹത്തെ റിസപ്ഷന് പങ്കെടുക്കാനായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. അദ്ദേഹത്തിന് അത് വളരെ സകല ദുഃഖങ്ങളും, സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം ഉണ്ടായില്ല എന്നൊരു വിഷമം ഉണ്ടെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രി എത്തിയത് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിക്ക് സന്തോഷമായിരുന്നു എന്നാണ് വിവാഹശേഷമുള്ള അഭിമുഖത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഇതിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ പഠിക്കേണ്ട എന്താണ് കാര്യം? അവരിന്ന് മറ്റുള്ളവർ, നമ്മളെക്കാൾ മുൻനിരയിൽ ഉയർച്ചയിൽ നിൽക്കുന്നവർ നമ്മളോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചാലും ഇത്തരം സന്ദർഭങ്ങളിൽ അവർ എന്തെങ്കിലും ഒരു മുടന്ന ന്യായം പറഞ്ഞ് ഒഴിയുന്നതാണ് പതിവ്. ഇവിടെ ഇദ്ദേഹത്തിന് മകളുടെ കല്യാണത്തിനാകട്ടെ അതുപോലും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വീട് സന്ദർശിക്കുമായിരിക്കും. ഈ പറയുന്ന താരങ്ങൾ എല്ലാവരും മറ്റോ വന്നില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് അതിൻ്റെ മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞ് വീട് സന്ദർശിക്കുമായിരിക്കും. വിവാഹ റിസപ്ഷൻ വേദിയിൽ വന്ന് പങ്കെടുത്തു പോകുന്നതിൻ്റെ ഒരു ചിട്ടയും അല്ലെങ്കിൽ ഒരു അഭിമാനവും ഈ ഒറ്റയ്ക്കും വെട്ടയ്ക്കും ഈ പാതിരായ്ക്ക് വന്ന് വീട് സന്ദർശിച്ച് പോകുന്നതിൽ ഒരിക്കലും ഈ വിവാഹ വീട്ടുകാരനായ ഈ അപ്പന് ഉണ്ടാകുകയല്ല. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കിങ് കോങ് എന്നാണ് ഇദ്ദേഹത്തെ സിനിമയിലെ പേര്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മറ്റെന്തോ ഒരു പേരാണ്, ഒറിജിനൽ പേര്. അദ്ദേഹം ഈ ജന്മനെ വികലാംഗനാണ്, ഉയരം തീരെ കുറഞ്ഞയാൾ, ഒരു കണ്ണിന് കാഴ്ച വൈകല്യമുണ്ട്, പോരാത്തിന് നല്ലൊരു ഡാൻസറാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ നല്ല കോമഡിയാണ്. ഇദ്ദേഹം കൂടുതലും ഡിവേലിൻ്റെ കൂടെയാണ്, ഇദ്ദേഹം കോംബോയിലാണ് സിനിമയിൽ കൂടുതലും റീച്ചായിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.